friends, Assalamu alaikum. Eid Mubarak. ഇന്നെല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിനും വലിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് വലിയ പെരുന്നാളായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഉമ്മാന്റെ സ്പെഷ്യൽ ഈദ് സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണ്ടേ. നമുക്ക് ബീഫ് ദം ബിരിയാണിയുടെ സാധനം എന്തൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. ഞാൻ എടുത്തിരിക്കുന്ന 1 കിലോ അരിയാണ്, നല്ല ചെറിയ ജീരകശാല അരി. പിന്നെ റൈസിനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി 50 ഗ്രാം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട്, പിന്നെ പട്ട, കറാമ്പ്, ഏലക്കായി, പിന്നെ 6 kg ഉപ്പ്, പിന്നെ 1 കിലോ ബീഫാണ്. 1 കിലോ ബീഫിനുള്ള മസാലയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1 കിലോ റൈസിന് 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിന, കറിവേപ്പില എല്ലാം കൂടി ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ 1/2 കിലോ തക്കാളി, പിന്നെ 1 കിലോ ഉള്ളി, പിന്നെ ഓയിൽ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇറച്ചി മസാലപ്പൊടി, മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി നോക്കാം. ഫ്രണ്ട്സ്, ഞാനൊരു കുക്കറിൽ ഒരു 50 ഗ്രാം ഓയിൽ വെച്ചിട്ടുണ്ട്. മസാലക്ക് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്, മസാലക്ക് വേണ്ടിയിട്ട്. അതിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ച 1 കിലോ സവാളയിൽ ഫ്രൈ ചെയ്യാനുള്ള സവാള മാറ്റിയിട്ട് കുക്കറിലോട്ട് ഇടുകയാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർക്കാം. ഞാൻ 1/2 കിലോ തക്കാളിയാണ് എടുത്തിരുന്നത്. അത് മൊത്തം മസാലക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫാണ്, അതും കൂടി ഇതിൽ ചേർക്കുകയാണ്. ബിരിയാണിക്ക് കറക്റ്റായിട്ടുള്ള പീസ് നിങ്ങൾക്ക് പറഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വെളുത്തുള്ളി പേസ്റ്റാക്കിയത് 2 ടേബിൾ സ്പൂണ്, ഇഞ്ചി പേസ്റ്റാക്കിയത് 2 ടേബിൾ സ്പൂണ്, പിന്നെ പച്ചമുളക് നല്ല എരിവാണ്. ബീഫായതുകൊണ്ട് നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് നല്ലോണം അരച്ചത് 3.5 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ബീഫ് ആയതുകൊണ്ട് എരിവ് നന്നായിട്ട് ബീഫിൽ പിടിക്കാം. അപ്പോൾ അതിന് പിന്നെ പാകത്തിന് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കേണ്ടതാണ്. ബീഫിന് ഉപ്പ് നല്ലതായിട്ട് പിടിക്കും, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പ് ചേർക്കാം. പിന്നെ അതിനുശേഷം 2 സ്പൂണ് ഇറച്ചി മസാല, 2 ടീസ്പൂൺ ഇറച്ചി മസാല ചേർക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ 1.5 സ്പൂണാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 9 വിസിൽ അടിക്കുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ചോറിന് വേണ്ടി ഞാനൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ആ ചെമ്പിലോട്ട് ഒരു 100 ഗ്രാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ സവാള വറുത്തെടുക്കുന്നത്. ഫ്രൈ ചെയ്ത സവാള, ചോറിലിടാനുള്ള സവാള ആ ഓയിലിൽ തന്നെ വറുത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഞാൻ. ഇതേപോലെ മുരിച്ചെടുക്കാം. ഇനി അതേ ഓയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തതിന് ശേഷം നമുക്ക് ഇതേ ഓയിലിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റൈസ് അടിക്കാം. ഇനി ഞാൻ കുറച്ച് പട്ട, കറാമ്പ, ഏലക്കായും കൂടി ഇതിൽ ചേർക്കാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറുത്ത് പ്ലേറ്റിലോട്ട് മാറ്റിയിന്. അപ്പോൾ ആ റൈസിന് വേണ്ട വെള്ളം ഇതിൽ ചേർക്കുകയാണ്. ഞാൻ 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതേപോലെ ചേർക്കണം. 1 കിലോ റൈസിന് 1.25 കപ്പ് റൈസ്. പിന്നെ ഉപ്പ്, പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു ചെറുനാരങ്ങ ഇതിൽ പിഴിയണം. കുരു മാറ്റിയിട്ട് പിഴിഞ്ഞാൽ മതി ചെറുനാരങ്ങ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിൽ ചേർത്ത് അടച്ച് വെച്ച് ഇനി ഇത് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇതിലോട്ടിടാം. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റൈസ് നല്ലോണം കഴുകി ഊറ്റിയിട്ടാണ് ഇതിലോട്ട് ഇടുന്നത്. വെള്ളത്തോടെ ചേർക്കാതിരിക്കുക, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് തെറ്റും. വെള്ളം നല്ലോണം അരിപ്പ വെച്ചിട്ട് ഊറ്റിയതിന് ശേഷമാണ് റൈസ് വെള്ളത്തിലോട്ട് ഇടേണ്ടത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പം വെള്ളം വറ്റുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഏകദേശം വെള്ളം വറ്റിക്കഴിഞ്ഞ് ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർത്താണ്. മല്ലിയിലയും പുതിനയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് ഇനി കുറച്ച് വറുത്ത് വെച്ച സവാളയും കൂടി നമ്മൾ മേലോട്ട് ചേർക്കുന്നുണ്ട്. കൂടി ചേർത്ത് ഇനി റൈസ് ഇട്ട് നമുക്ക് ദമ്മ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്നിട്ട് ഇതിൽ കുറച്ച് 6 kg ചേർക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ച 6 kg ഒരു 2-3 ടേബിൾ സ്പൂൺ 6 kg ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്.
മിക്സ് ചെയ്യുമ്പം തന്നെ ഇത് ദമ്മ് പൊട്ടിക്കുമ്പം തന്നെ ഭയങ്കര മണമായിരിക്കും, അടിപൊളി സ്മെൽ. അത്രയും തന്നെ തിന്നാൻ നല്ല കൊതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെടും. തലശ്ശേരിക്കാരുടെ ബിരിയാണി എല്ലാവർക്കും അധികം അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതും കൂടി. ഇനി നമുക്കിതൊന്ന് മസാല ചേർത്ത് ദം ചെയ്യാം. അപ്പോൾ നമ്മളെ മസാല ഏകദേശം നമ്മൾ ചെറിയ തീയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റൈസ് ഇട്ട് ദമ്മിടാനാണ് വേണ്ടത്. ഞാൻ റൈസ് പൊട്ടിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് ലെയറായിട്ട് ഇടുകയാണ്. ലെയറിട്ട് അതിൻ്റെ കൂടെ മല്ലിയിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർക്കാം. ഞാനിതിൽ കളറൊന്നും ചേർക്കുന്നില്ല. ചില ആൾക്കാർ കളറ് ചേർക്കും. കളറ് ചേർക്കാണ്ട് തന്നെ ചേർക്കാണ്. ഇനി നമുക്ക് മല്ലിയും അണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ചാലും കൂടി ഒരു ലെയർ ചേർത്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് ഒന്ന് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ച സവാള എല്ലാം കൂടി ഇതിലിട്ട് ഇനി ഒന്നും കൂടി മൂടി വെച്ച് ചെറുത് ചൂടിൽ ദമ്മിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദമ്മിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ്. നല്ല അടിപൊളി മണമാണ് തലശ്ശേരി ദം ബിരിയാണി. ഇനി ഇതിൻ്റെ മേലെ നിന്ന് റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മസാല വേറെ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ടേബിളിൽ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലൻ്റെ മുകളിൽ നിന്ന് റൈസൊക്കെ മാറ്റിയിട്ടുണ്ട്. ദമ്മിട്ട റൈസൊക്കെ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനുണ്ടാക്കിയിരിക്കുന്നത് 1 കിലോ ബീഫിൻ്റെ മസാലയാണ്, 1 കിലോ ചോറും അതിനുള്ള സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളെ തലശ്ശേരിക്കാരുടെ ദം ബിരിയാണി. ബീഫ് മസാല അടിയിൽ വെച്ച് മേലെ ചോറിട്ടിട്ട് ടേബിൾ മേൽ കൊണ്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ തലശ്ശേരിക്കാരുടെ ബീഫ് ദം ബിരിയാണി. പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ബീഫെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതേപോലെ തൈര് വെച്ച കച്ചമ്പറും അച്ചാറും കൂട്ടി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. തലശ്ശേരി ദം ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആണ്. ഇതാണ് ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ പെരുന്നാൾ ദിവസവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്.